ഇത്രത്തോളം ഹൈപ്പിലൊരു ബിരിയാണി വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ ജനങ്ങളാണ് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക. ഹൈപ്പാക്കി പറയാനൊന്നുമില്ല, ഞാൻ ഇതൊരു നല്ല ബിരിയാണി വേറെ കഴിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ബിലാൽ ബിരിയാണി എപ്പോഴും ഇരിക്കേ நல்லா இருக்கும். ചിക്കനാ മട്ടനാ? நம்ம சிக்கன் மட்டன் எல்லாமே எல்லாமே. ചരിത്രങ്ങൾ പറയുന്ന മദിരാശിയിലെ മൗണ്ട് റോഡ് തലപ്പാക്കട്ടി ബിരിയാണി ഒരു സൈഡിലുണ്ട്. ഇവിടെ അപ്പുറത്ത് മമ്മൂട്ടി ഇത് നമ്മളെ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാ തിരക്കും ഈ ഒരൊറ്റ കടയിലാട്ടോ, എല്ലാവരും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരൊറ്റ കടയിലൂടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം. മൗണ്ട് റോഡ് ബിലാൽ. ഇത്രത്തോളം ഹൈപ്പിലൊരു ബിരിയാണി വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ ജനങ്ങളാണ് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക. കാത്തൊരു സീറ്റ് കിട്ടി. ഒരു ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കട്ടോ. ബിലാല് എന്താന്ന് അറിയട്ടെ. ആദ്യം സ്റ്റാർട്ടർ എന്ന രീതിയിൽ കുറച്ച് തന്തൂരി വിങ്സ് പറഞ്ഞോ. തന്തൂരി വിങ്സും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണ തിരിച്ച് ബിരിയാണി ഒക്കെ വേണ്ടി കൊടുക്കായിരുന്നു. പിന്നെ ഇതാണ് ചിക്കൻ 99 99 കഷ്ണാക്കി പൊരിച്ച കോഴിയാണ് തോന്നുന്നു. പിന്നെ മട്ടൻ ബ്രെയിൻ ഒരു സംഭവം തന്നെയാണ്. ബിലാലിലെ മട്ടൻ ബ്രെയിനെ പറ്റി എല്ലാവരും ഭയങ്കര അഭിപ്രായം കേട്ടോ. കറക്റ്റാ, അങ്ങനെ അടിഞ്ഞു പോവാ. ഇതാണ് ആ മോസ്റ്റ് ഹൈപ്പഡ് മട്ടൻ ബിരിയാണി. 350 റുപ്യേൻ്റെ മട്ടൻ ബിരിയാണി കേട്ടോ. സംഭവം ഉണ്ടല്ലോ, ചിക്കൻ ബിരിയാണി അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ മട്ടനെ പിടിച്ച് അയക്കിലെ കൂട്ടാളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പായസം അടക്കം. മട്ടൻ്റെ ഒക്കെ മീറ്റ് അടിപൊളി കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. മൗണ്ട് റോഡ് മട്ടൻ ബിരിയാണി അടിപൊളി. ഇനി വേറെ ഇതുപോലെ ബിരിയാണി സ്പോട്ട് നിങ്ങൾ കമൻറ്റ് അടിക്കാൻ. ചെന്നൈയിൽ കഴിക്കേണ്ടത്. പിന്നെ റോസ് മിൽക്ക് എന്ന് പറഞ്ഞു. റോസ് മിൽക്ക് കുഴപ്പമൊന്നുമില്ല ആസ് യൂഷ്വൽ. പിന്നെ ഇവിടുത്തെ കഴിച്ചത് ഇവിടുത്തെ ബൺ മസ്കയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ ബൺ മസ്ക അടിപൊളി. ബിലാലിലെ ബൺ മസ്ക അത്രക്കും ഫ്ലഫി കേട്ടോ. രാത്രി 3 മണിയായാലും ജനങ്ങൾ മൊത്തം അവിടെ അങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുക ഈ ഒരൊറ്റ സാധനം കുടിക്കാൻ വേണ്ടി. ഇത് മാത്രം കുറേ ഫാമിലീസ് കാറിൽ വന്നിരുന്ന് കുടിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ ഉറങ്ങുന്നുണ്ട്, അപ്പുറത്തെ ആൾക്കാർ തല്ലുണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റ സാധനത്തിൽ ചെന്നൈ അൽവാർപേട്ടിലെ കോസ്മോറി കഫേയിൽ. അപ്പോൾ ഞാനും വാങ്ങി നോക്കി. ഇവിടുത്തെ ഒരു മൈലോ ഷേക്ക് ഉണ്ട്, 150 റുപ്യ ഉണ്ട് കേട്ടോ. എന്താ പറയുക, സാധനം ഉണ്ടല്ലോ, മേലെ അങ്ങോട്ട് പൊടിയൊക്കെ വെതറിയിട്ട് മൈലോ പൊടിയൊക്കെ വെതറി നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കുടിക്കണം. ഭയങ്കര ഹൈപ്പ് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ്. എൻ്റെ റോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അട്ടപ്പാതിര 3 മണിക്ക് വന്നാൽ ഇതേ തിരക്കുണ്ടാവും കേട്ടോ ഈ മിലോ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. മിലോണോ മൈലാണോ? റിച്ച് പറഞ്ഞാൽ അത്രയും റിച്ച് മൈലോ. നല്ല തണുപ്പത്തെ റിച്ച് മൈലോ ഷേക്ക് ഇടുമ്പോൾ സുഖമാണ്. സംഭവം അടിപൊളി ചെന്നൈയിലത്തെ ഈ സാധനം കേട്ടോ. പിന്നെ ഈ ടെൻഡർ റോക്കുണ്ട് പോലെ. പക്ഷേ മൈലോ എന്താ പറയുക, മസ്റ്റ് ട്രൈ. കാരണം ആൾക്കാർ ഇത്രയും കാത്ത് നിൽക്കണമെങ്കിൽ അതിന് കാരണം വേണ്ടേ. ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് ആ സാധനം കഴിക്കാൻ ആൾക്കാർ ഇങ്ങനെ രാത്രി ഇങ്ങനെ നിൽക്കണ്ടേ, എന്നും നിൽക്കണമെങ്കിൽ അതിന് കാര്യം വേണ്ടേ. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ടെൻഡർ റോക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ചെന്നൈയിലെ അൽവാർപേട്ടിലെ കോസ്മോ കഫേ